കാഴ്ചകൾക്ക് ഒരു കുറവുമില്ലാത്ത ജില്ലയാണ് പത്തനംതിട്ട. ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം വനം നിറഞ്ഞ പത്തനംതിട്ട ജില്ലയിലെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരാത്തതാണ്. നമ്മുടെ ഇന്നത്തെ യാത്രയും പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖലയിലേക്കാണ്. ഈ കാണുന്ന മാളികപ്പുറം സിനിമ ഷൂട്ട് ചെയ്ത വ്യൂ പോയിന്റും കണ്ട് ശബരിമല പാതയിലെ കാഴ്ചകളും കണ്ട് ആങ്ങമൂഴി വനത്തിനകത്തുള്ള നിലയ്ക്കൽ പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നിലയ്ക്കൽ പള്ളി മാത്രമല്ല നമ്മൾ ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നത്, കുറച്ചധികം സ്ഥലങ്ങളുണ്ട്. പക്ഷേ ആദ്യ വീഡിയോയിൽ നിലയ്ക്കൽ പള്ളി വരെയുള്ള കാഴ്ചകളാണ് ഉൾപ്പെടുത്തുന്നത്. മലകളും കുന്നുകളും എല്ലാം നിറഞ്ഞ ഈ ഒരു യാത്ര 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ പാർട്ട് കാണുന്നവർ 2ാം പാർട്ടും കാണാൻ ശ്രദ്ധിക്കുക. ഇനി അധികം സമയം കളയണ്ട, നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. പത്തനംതിട്ട റാന്നി റൂട്ടിലെ മണ്ണാറക്കുളഞ്ഞിയിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. ശബരിമല പാത ആരംഭിക്കുന്നത് മണ്ണാറക്കുളഞ്ഞി ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നാണ്. മണ്ണാറക്കുളഞ്ഞി മുതൽ ശബരിമലയിലെ പമ്പയ്ക്കടുത്തുള്ള ചാലക്കയം വരെയുള്ള PWD റോഡ് നിലവിൽ ദേശീയപാത അതോറിറ്റിയുടെ കീഴിലാണ്. ഇനി മുതൽ ഈ റോഡ് ദേശീയപാത 183A ഭാഗമാണ്. ഭരണിക്കാവ് മുണ്ടക്കയം. ഈ ഒരു ദേശീയപാതയെക്കുറിച്ച് എടുത്തു പറയാൻ കാരണം നമ്മുടെ ഇന്നത്തെ യാത്ര ഭൂരിഭാഗവും ഈ ഒരു ഹൈവേയിലൂടെയാണ്. മാത്രമല്ല ഇതിൻ്റെ ആദ്യത്തെ അലൈൻമെൻറ്റ് നമ്മുടെ ഗവി ഫോറസ്റ്റ് വഴിയായിരുന്നു. ആ റൂട്ടിലും നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ മണ്ണാറക്കുളഞ്ഞിയിൽ നിന്ന് നമ്മൾ വടശ്ശേരിക്കരയിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചു. 7 മണിയോടുകൂടി വടശ്ശേരിക്കരയിൽ എത്തിച്ചേർന്നു. ശബരിമല തീർത്ഥാടകരുടെ ഒരു ബേസ് ക്യാമ്പാണ് വടശ്ശേരിക്കര. മാത്രമല്ല പമ്പയും അതിൻ്റെ പോഷക നദികളുമെല്ലാം കൂടിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് വടശ്ശേരിക്കരയും പരിസര പ്രദേശങ്ങളും. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ലൊക്കേഷൻ വടശ്ശേരിക്കരയിൽ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള പനമ്പാറ വ്യൂ പോയിന്റ് ആണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, മാളികപ്പുറം എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് പനമ്പാറ വ്യൂ പോയിന്റ്. മോതിരവയൽ എന്ന പ്രദേശത്തിനടുത്ത് കച്ചേരിത്തടത്താണ് നമ്മുടെ പനമ്പാറ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. നേരെ കാണുന്ന റോഡായിരുന്നു ഗവിക്കുള്ളത്. അതായത് നമ്മുടെ ചിറ്റാർ സീതത്തോട് ആങ്ങമൂഴി വഴി ഗവിക്കുള്ള റോഡാണ് നേരെ കണ്ടത്. നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞ് ശബരിമല റോഡിൽ പ്രവേശിച്ചു. അതിനുശേഷം വീണ്ടും ഇടത്തേക്ക് കാണുന്ന ബംഗ്ലാംകടവ് പാലത്തേക്കുള്ള റോഡിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇതാണ് ബംഗ്ലാംകടവ് പാലം. വടശ്ശേരിക്കരയിലെ ഒരു പ്രധാനപ്പെട്ട പാലമാണ് ബംഗ്ലാംകടവ് പാലം. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാൽ നമുക്ക് പമ്പയിലേക്കൊരു പോഷക നദി വന്ന് ചേരുന്നത് കാണാം. പമ്പയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് കല്ലാർ. പത്തനംതിട്ടയിലെ കൊക്കാത്തോട് തേക്കുതോട് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന കല്ലാർ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് പമ്പയിലേക്ക് വന്ന് പതിക്കുന്നത്. അടവി വിനോദസഞ്ചാര കേന്ദ്രത്തിലൂടെ ഒഴുകുന്നതും കല്ലാർ തന്നെയാണ്. ബംഗ്ലാംകടവ് പാലം പിന്നിട്ട് മറുകരയിലെത്തി. പാലത്തിൻ്റെ താഴ്ഭാഗത്തു കൂടിയുള്ള ബംഗ്ലാംകടവ് മുക്കം റോഡ് വഴിയാണ് ഇനി നമ്മുടെ സഞ്ചാരം. ഇനി കുറച്ചധികം വളവുകളും തിരിവുകളും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുകയുള്ളൂ. കാരണം ഒരു വീഡിയോ കഴിയുമ്പോൾ തൊട്ടടുത്ത് മറ്റൊരു വളവ് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബംഗ്ലാംകടവ് പാലത്തിൽ എത്തിയതിന് ശേഷം പനമ്പാറ വ്യൂ പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ കൊടുക്കുക. കൃത്യമായിട്ട് നമ്മുടെ ഗൂഗിൾ മാപ്പ് പനമ്പാറ വ്യൂ പോയിന്റ് മുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നതാണ്. മതി മതി മതി, ഇത്തവണ കേട്ടിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ. ഇനി നമുക്ക് പതുക്കെ ഇറങ്ങാവേ. ആമന കാണുന്നില്ലേ? ആമനയുടെ തൊട്ടപ്പുറത്താണ് ശബരിമല. പക്ഷെ മുത്തശ്ശി പറഞ്ഞ 18 ആണല്ലോ. നമ്മൾ ആദ്യല്ലേ പമ്പയിലേക്കുള്ള ബസ് പിടിക്കും. നേരെ മാളികപ്പുറം സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിച്ചേർന്നിരുന്നു. കാരണം റാന്നിയിൽ നിന്നും വടശ്ശേരിക്കരയിൽ നിന്നും പെരുന്നാട് നിന്നും വളരെയധികം എളുപ്പം ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. റാന്നിയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരവും വടശ്ശേരിക്കരയിൽ നിന്ന് 15 മിനിറ്റും പെരുന്നാട് നിന്ന് 10 മിനിറ്റും മാത്രമാണ് പനമ്പാറയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് എടുക്കുന്നത്. പനമ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. പെരുന്നാട്ടിലെ പൂവത്തുമൂട് പാലവും മുക്കം റോഡുമെല്ലാം നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ കഴിയും. അതുമാത്രമല്ല, നല്ല മഴയുള്ള ദിവസമൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ താഴെ നല്ല രീതിയിൽ കോടമഞ്ഞിറങ്ങി നിൽക്കുന്നുണ്ടാകും. പെരുന്നാട് സ്വദേശിയായ എൻ്റെ ഒരു സഹപ്രവർത്തകയാണ് ഈ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞത്. അന്നു മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ ഒന്ന് വരണമെന്നുള്ളത്. ചെറിയൊരു ആരാധനാലയവും പാറയുടെ മുകളിലായിട്ടൊരു പനയും മാത്രമാണ് ഇവിടെ ഉള്ളത്. സമാധാനമായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം. ഈ ഒരു പനയുടെ സാന്നിധ്യം കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് പനമ്പാറ എന്ന പേര് വന്നത്.
റാന്നി വഴിയോ വടശ്ശേരിക്കര വഴിയോ ശബരിമലയ്ക്കോ ഗവിക്കോ ഒക്കെ പോകുമ്പോൾ ഒരു തവണ കയറി ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് പനമ്പാറ വ്യൂ പോയിന്റ്. അപ്പോൾ അടുത്ത യാത്രയിൽ പനമ്പാറ വ്യൂ പോയിന്റും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പനമ്പാറ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ശബരിമല റൂട്ടിലെ കാഴ്ചകളാണ്. റാന്നി പെരുന്നാടിലെത്തി പ്ലാപ്പള്ളി വരെയുള്ള ശബരിമല പാതയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പ്ലാപ്പള്ളിയിൽ നിന്ന് ആങ്ങമടി റൂട്ടിലേക്ക് പ്രവേശിച്ച് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പനമ്പാറയിൽ നിന്ന് കുത്തനെയുള്ള ഇറക്കമിറങ്ങി നമ്മൾ എത്തിച്ചേരുന്നത് മുക്കം കോസ്വേയിലേക്കാണ്. പമ്പയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഒരു കോസ്വേയാണ് മുക്കം കോസ്വേ. വളരെയധികം ഉയരം കുറവായ ഒരു സംഗതിയാണ് ഈ കോസ്വേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് മിക്ക കോസ്വേയ്ക്ക് മുകളിലൂടെയും ജലം കയറി ഒഴുകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും പമ്പയാർ മുക്കം കോസ്വേയ്ക്ക് മുകളിലൂടെ മഴക്കാലത്ത് ഒഴുകാറുണ്ട്. അത് മാത്രമല്ല 2018 പ്രളയ സമയത്ത് ഇവിടെയെല്ലാം വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. ഈ കോസ്വേ നമ്മളെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് റാന്നി പെരുന്നാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും അത്തിക്കയത്തേക്ക് പോകുന്ന റോഡിലാണ്. ആ ഒരു ഭാഗത്തെല്ലാം വലിയ നാശമുണ്ടായി. നമ്മൾ ചെന്ന് കയറുന്നത് റാന്നി പെരുന്നാളിലെ പൂവത്തുമൂട് പാലത്തിലേക്കാണ്. ആ പാലവും 2018 പ്രളയത്തിൽ മുങ്ങിയതാണ്. ആ ഒരു വലിയ പാലം മുങ്ങാൻ കാരണം പമ്പയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയുണ്ട്. നമ്മുടെ മൂഴിയാർ ഡാമിൽ നിന്ന് പുറന്തള്ളുന്ന ജലവും പിന്നീട് പവർ ഹൗസിൽ നിന്ന് പുറന്തള്ളുന്ന ജലവും കക്കാട്ടാറായി ഒഴുകി നമ്മുടെ ഈ പെരുന്നാട് ഭാഗത്ത് വെച്ചിട്ടാണ് പമ്പയിലേക്ക് വന്ന് പതിക്കുന്നത്. മുക്കം കോസ്വേയുടെ അടിയിലൂടെ ഒഴുകി വരുന്ന പമ്പയാറിൽ ഓൾറെഡി നമ്മുടെ അഴുത വന്നു ചേരുന്നുണ്ട് കണമലയിൽ വെച്ച്. അതും ഈ കക്കാട്ടാറും കൂടി ആകുമ്പോൾ ഈ ഭാഗത്ത് വലിയ രീതിയിൽ ജലം പൊങ്ങും. അങ്ങനെയാണ് ഈ ഒരു പാലമൊക്കെ മുങ്ങിയത്. അങ്ങനെ പൂവത്തുമൂട് പാലത്തിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. നമ്മൾ പനമ്പാറ വ്യൂ പോയിന്റിൽ നിന്ന് ഒരു പാലം കാണും. അത് ഈ കാണുന്ന പൂവത്തുമൂട് പാലമാണ്. പൂവത്തുമൂട് പാലം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് വടശ്ശേരിക്കരയിൽ നിന്ന് പമ്പയിലേക്ക് നീളുന്ന ശബരിമല പാതയിലേക്കാണ്. റാന്നി പെരുന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അടുത്ത് പുറത്തിറങ്ങിയ മോഹൻലാലിൻ്റെ തുടരും സിനിമയുടെ ലൊക്കേഷനുകളൊക്കെ ഇവിടെയായിരുന്നു. അത് മാത്രമല്ല സിനിമയിൽ ഉടനീളം കാണിക്കുന്നത് റാന്നി പെരുന്നാളിൻ്റെ പേരുകളുള്ള ബോർഡുകളായിരുന്നു. അങ്ങനെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് റാന്നി പെരുന്നാട്. ശബരിമലയുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. കാരണം ഈ റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല ഉൾപ്പെടുന്നത്. അങ്ങനെ റാന്നി പെരുന്നാട് വലിയ പാലമൊക്കെ പിന്നിട്ട് നമ്മൾ വനമേഖലയിലേക്ക് കടന്നു. ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലാഹയ്ക്കടുത്തുള്ള പുതുക്കടയിലേക്കാണ്. ഇവിടെ വെച്ച് റോഡ് രണ്ടായിട്ട് തിരിയുകയാണ്. ഒരു റോഡ് നമ്മുടെ ചിറ്റാർ ഭാഗത്തേക്ക് പോകും, മണക്കയം വഴി ചിറ്റാറിലേക്ക്. വടശ്ശേരിക്കരയിൽ നിന്ന് 2 വഴിയിലൂടെ നമുക്ക് ആങ്ങമൊഴി സീതത്തോട് ഭാഗത്തേക്ക് പോകാം. അതിലൊരു വഴിയാണ് ഈ കാണുന്നത്, മണക്കയം വഴി ചിറ്റാറിലേക്കുള്ളത്. പിന്നീടൊന്ന് വടശ്ശേരിക്കരയിൽ നിന്ന് നേരെയുള്ള മണിയാർ വഴിയുള്ള ചിറ്റാർ റോഡാണ്. അങ്ങനെ പുതുക്കടയിൽ നിന്ന് നമ്മൾ നേരെ ശബരിമല പാതയിലേക്ക് പ്രവേശിച്ചു. സീസൺ സമയമല്ലാത്തപ്പോൾ നമ്മുടെ ഈ ഒരു പുതുക്കട വരെയൊക്കെയാണ് വലിയ തിരക്കുള്ളത്. പിന്നീട് ഈ ഒരു പാതയിൽ വലിയ തിരക്കൊന്നും കാണില്ല. ലാഹ ഭാഗത്തേക്കൊക്കെ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ പോകാറുള്ളൂ. കൂടുതൽ വാഹനങ്ങളും പുതുക്കടയിൽ നിന്ന് തിരിഞ്ഞ് ചിറ്റാർ ഭാഗത്തേക്കാണ് പോകുന്നത്. ലാഹയോട് അടുത്താൽ പിന്നെ വിവിധ തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങൾ കണ്ടു തുടങ്ങുകയായി. ഇവിടെ എല്ലാം കടകളുണ്ട്. ലാഹയ്ക്കടുത്തുള്ള വിളക്കുവഞ്ചിയിലെത്തി നമ്മളൊന്ന് വിശ്രമിക്കാൻ ഇറങ്ങി. ദൂരെയായി പഴയ കാർമൽ എഞ്ചിനീയറിംഗ് കോളേജ് കാണാം. പഴയൊരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. എൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് ഉണ്ടായിരുന്ന കോളേജാണ്. പിന്നീട് അത് പൂട്ടിപ്പോയി. ഇപ്പോൾ അവിടെ എന്തോ സ്കൂളും മറ്റോ ആണ്. എന്തായാലും ഒരു നല്ല കാഴ്ചയാണ് ഈ ഒരു തോട്ടങ്ങൾക്ക് ഇടയിൽ ആ ഒരു കോളേജ് നിൽക്കുന്നത് കാണാനായിട്ട്. വിളക്കുവഞ്ചി ഭാഗത്ത് വലിയൊരു വളവാണുള്ളത്. അത് മിക്കപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു വളവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ റോഡിൻ്റെ നടുക്കെല്ലാം കാര്യമായിട്ട് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നീട് നോ ഓവർടേക്കിംഗ് സോണാക്കി മാറ്റിയിട്ടുണ്ട്. എങ്കിലും പല വാഹനങ്ങളും ഓവർടേക്ക് ചെയ്ത് കടന്നു പോകുന്നുണ്ട്. ലാഹ എസ്റ്റേറ്റ് മാനേജർ ബംഗ്ലാവിനടുത്തേക്ക് എത്തി. ഇവിടെയെല്ലാം ചെറിയ ചെറിയ കടകളുണ്ട്. പൈനാപ്പിൾ ധാരാളമായിട്ട് വിറ്റഴിക്കുന്നുണ്ട്. ഈ ഒരു ലാഹ എന്ന് പറയുമ്പോൾ പൈനാപ്പിൾ കൃഷിക്ക് പ്രശസ്തമായ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പൈനാപ്പിൾ റോഡരികിലെല്ലാം വിറ്റഴിക്കുന്നുണ്ട്. ശബരിമല തീർത്ഥാടകർ കേരളത്തിൽ നിന്ന് വരുന്നവർ മാത്രമല്ല അന്യ സംസ്ഥാനക്കാരുമുണ്ട്. അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത്. ലാഹയിൽ നിന്ന് ഇനി നമ്മൾ നേരെ പോകുന്നത് പ്ലാപ്പള്ളിയിലേക്കാണ്. അവിടെ നിന്ന് വനത്തിനുള്ളിലൂടെ ആങ്ങമൂഴിയിലെത്തി നമ്മൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് പോവുകയാണ്. അവിടേക്കൊന്നും പിന്നീട് അധികം ഹോട്ടലുകൾ കാണില്ല. പിന്നീട് ഹോട്ടലുള്ളത് ആങ്ങമൂഴി ടൗണിലാണ്. നമ്മൾ ആങ്ങമൂഴി ടൗണിൽ എത്തുന്നതിന് മുൻപ് തന്നെ തിരിഞ്ഞ് നിലയ്ക്കൽ പള്ളി റൂട്ടിലേക്ക് പോകും. അങ്ങനെ വഴിയരിയിൽ കണ്ടൊരു ഹോട്ടലിൽ നമ്മൾ കയറി. സാധാരണ പൊറോട്ടയൊന്നും നമ്മൾ ദൂരയാത്രയിൽ കഴിക്കുന്നതല്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി തോന്നി. നമ്മൾ രാവിലെ പൊറോട്ട കഴിക്കാമെന്ന് കരുതി കയറി. വെജിറ്റബിൾ കറിയാണ്.
കഴിച്ചിട്ട് പുറത്തിറങ്ങി. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, നമ്മുടെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. സാധാരണ ഞായറാഴ്ച എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ശബരിമല സീസണിൽ നല്ല തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. ഇന്ന് വലിയ തിരക്കൊന്നും ഞാൻ കാണുന്നില്ല. നാഗർകോവിൽ നിന്ന് നമ്മുടെ ശബരിമലയ്ക്ക് സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ്. ഇപ്പോൾ നമ്മൾ വന്നപ്പോഴും ഒരു ബസ് പോയി, ഇപ്പോഴും ഇവിടെയായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ബസ് നിർത്തി. കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ബസ് മാത്രമായിരുന്നു നാഗർകോവിൽ നിന്ന് സർവീസ് നടത്തിയിരുന്നത്. ഇപ്രാവശ്യം ഏകദേശം 4 ബസ്സുകളോളം നാഗർകോവിൽ നിന്ന് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഓരോ ചെറിയ കടയുടെ മുന്നിലും ഒരു KSRTC ബസ് കിടപ്പുണ്ട്. അതെന്തായാലും നല്ലൊരു കാഴ്ചയാണ്. നമുക്ക് ഇങ്ങനൊരു കാഴ്ച ഈ സീസണിലല്ലാതെ മറ്റൊരു സമയത്തും കാണാൻ സാധിക്കുകയില്ല. ശബരിമല സീസണിൽ പമ്പയും നിലയ്ക്കലും എരുമേലിയും ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് അധികം കച്ചവടങ്ങൾ കാണപ്പെടുന്നത് ലാഹയിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം തീർത്ഥാടകർ ഇവിടെ ഇറങ്ങി സാധനങ്ങളും മറ്റും വാങ്ങുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. ാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഇത് മിക്സായിട്ട് അരക്കിലോ 50 അല്ല 1/4 കിലോ 50. ഏതാ മൊത്തം മിക്സിന്? മൊത്തം മിക്സ് 50 100. ഇത് ഫിക്സ് ആണോ? ഒരു 50 അല്ലേ? ഇതെല്ലാം ഉണ്ടോ അതിനകത്ത്? ഇത് 100 രൂപ ഇതൊരെണ്ണം. ഇത് ഓക്കെ. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. ശബരിമല യാത്രയും കഴിഞ്ഞ് വരുന്നവർ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ലാഹയിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. SK ഫുഡ്സ് എന്ന് പറയുന്ന കടയിലാണ് ഞങ്ങൾ ആദ്യം കയറിയത്. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു കടയിൽ കയറിയത്. പിന്നെ ഹിന്ദിക്കാരുടെ വക ചില കളിപ്പാട്ട കച്ചവടമൊക്കെ ഉണ്ട്. അവരിങ്ങനെ നടന്ന് വിൽക്കുകയാണ്. നമ്മൾ ഈ വരുന്ന വഴിയിലെല്ലാം കണ്ടിരുന്നു. കുറച്ച് പലഹാരങ്ങളും വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു ചേട്ടൻ വന്ന് ഉണ്ണിയപ്പം വേണമെന്ന് ചോദിച്ചത്. സാമ്പിളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങളൊന്ന് മടിച്ചെങ്കിലും അത് കഴിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി നല്ലൊരു ഉണ്ണിയപ്പമായിരുന്നു. അതുകൊണ്ട് അതും കുറച്ച് പാക്കറ്റ് വാങ്ങി. നമ്മളങ്ങനെ ശബരിമല പൂങ്കാവനം ആരംഭിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇവിടെയെല്ലാം ഭക്തരിറങ്ങി വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ മുതലാണ് പമ്പ പോലീസ് സ്റ്റേഷന്റെ പരിധിയും ആരംഭിക്കുന്നത്. ഇതുവരെ റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു നമ്മൾ വന്നത്. ശബരിമല പൂങ്കാവനത്തിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ചുറ്റും വനമാണ്. എങ്കിൽ പോലും ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം മറ്റൊരു യാത്രയ്ക്കും കിട്ടില്ല. റോഡിന് ഇരുവശവും നല്ല വൃത്തിയിലാണ് കാണപ്പെടുന്നത്.
നമ്മളങ്ങനെ പ്ലാപ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമ്മൾ നേരെ ശബരിമല റൂട്ടിലേക്ക് പോവുകയല്ല, വലത്തേക്ക് തിരിഞ്ഞ് ആങ്ങമൂഴി റൂട്ടിലേക്ക് പ്രവേശിച്ചാണ് നമ്മൾ യാത്ര തുടരുന്നത്. നേരെ പോകണം. നമ്മൾ എന്തായാലും നിലയ്ക്കൽ പള്ളിയിൽ പോയിട്ട് വന്നിട്ടാണ് നേരെ പോകുന്നത്. വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള അച്ചൻകോവിൽ കോന്നി ചിറ്റാർ പമ്പ പാതയുടെ ഭാഗമായ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പ്ലാപ്പള്ളിയിൽ നിന്ന് വലത്തേക്ക് കിടക്കുന്ന ആ ഒരു റോഡാണ് അച്ചൻകോവിൽ കോന്നി ചിറ്റാർ പമ്പ റോഡിന്റെ ഭാഗമായിട്ടുള്ളത്. പക്ഷേ നിലവിൽ ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം മന്ദഗതിയിലാണ് നടക്കുന്നത്. പല ഭാഗത്തും പണിയൊന്നും തീർന്നിട്ടില്ല. നമ്മളങ്ങനെ പ്ലാപ്പള്ളിയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ആങ്ങമൂഴി റൂട്ടിലേക്ക് പ്രവേശിച്ചു. ഈ റോഡ് പക്ഷേ മറ്റൊരു റോഡിന്റെ ഭാഗമാണ്. ഈ റോഡ് കക്കി വഴി വണ്ടിപ്പെരിയാർ വരെ നീളുന്ന ഒരു റോഡാണ്. അതായത് നമ്മുടെ ഗവി ഫോറസ്റ്റ് വഴി കക്കി വണ്ടിപ്പെരിയാർ വരെ നീളുന്ന റോഡാണിത്. ഇതാണ് ഞാൻ ആദ്യമേ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. NH 183A ഭരണിക്കാവ് മുണ്ടക്കയം ദേശീയപാതയുടെ ആദ്യ അലൈൻമെന്റ് ഈ റൂട്ടിലൂടെയായിരുന്നു. ഈ ഒരു പ്ലാപ്പള്ളി വഴി ആങ്ങമൂഴിയിലെത്തി ഗവി വഴി വണ്ടിപ്പെരിയാർ വരെ നീളുന്ന ഒരു ദേശീയപാതയായിരുന്നു NH 183A ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് വലിയ ഫോറസ്റ്റിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ വനംവകുപ്പ് അതിനെ എതിർത്തു. അങ്ങനെ ആ ഒരു അലൈൻമെന്റ് മാറ്റുകയാണ് ഉണ്ടായത്. നിലവിൽ ഈ റോഡ് പ്ലാപ്പള്ളിയിൽ നിന്ന് നേരെയാണ് പോകുന്നത്. ഇലവുങ്കലെത്തി നേരെ പമ്പയിലേക്ക് ലിങ്ക് റോഡും അതിനുശേഷം ഇടത്തേക്ക് തിരിഞ്ഞ് കണമല വഴി മുണ്ടക്കയത്തേക്കുമാണ് ഇപ്പോഴത്തെ അലൈൻമെന്റ് ഉള്ളത്. ധാരാളം വന്യമൃഗങ്ങളെ കാണാൻ കഴിയുന്ന ഒരു റൂട്ടാണിത്. പ്രധാനമായിട്ടും ആനയാണ് ഈ റോഡിൽ ഇറങ്ങി നിൽക്കാറുള്ളത്. നേരത്തെ ഈ റോഡ് വളരെയധികം മോശമായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല വൃത്തിയിൽ നിർമ്മിച്ചിട്ടിട്ടുണ്ട്. ഈ റൂട്ടിൽ ആകെയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പാണ്. അത് ആദ്യമേ നമ്മളൊന്ന് കാണും. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ദൂരം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ കാണും. നമ്മൾ വിചാരിക്കും വഴി തെറ്റി നമ്മൾ വീണ്ടും ആ സ്ഥലത്ത് തന്നെ വന്നത്. കാരണം ഈ ഒരു റോഡിലെ പല കാഴ്ചകളും ഒരുപോലെ തന്നെ ഇരിക്കുകയാണ്. പ്ലാപ്പള്ളി മുതൽ ആങ്ങമൂഴി ഒരു പാലമുണ്ട്, അവിടെ വരെയുള്ള എല്ലാ കാഴ്ചകളും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് തോന്നും വഴി തെറ്റിയെന്ന്. പക്ഷേ അല്ല, 2 പമ്പുകളാണുള്ളത്. അങ്ങനെ നമ്മൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് തിരിയുന്ന പാലത്തിലേക്ക് എത്തിച്ചേർന്നു. വലത്തേക്ക് പോയാൽ നമ്മൾ ആങ്ങമൂഴി ടൗണിലേക്കും ഇടത്തേക്ക് നമുക്ക് നിലയ്ക്കൽ പള്ളിയിലേക്കും പോകാൻ കഴിയും. അങ്ങനെ അതിമനോഹരമായ വനത്തിന് നടുവിലുള്ള ഒരു പാലം കയറി നമ്മൾ നിലയ്ക്കൽ പള്ളിയിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ നിലയ്ക്കൽ പള്ളിയിൽ പോയിട്ടില്ല. പല സമയത്തും ഈ ഒരു വഴി പോയിട്ടുണ്ട്. ഇപ്പോഴെല്ലാം നിലയ്ക്കൽ പള്ളിയുടെ ബോർഡ് കാണാം. ഒരു കാടിന് നടുവിലൂടെ അകത്തേക്ക് കിടക്കുന്ന പാത എന്നും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എന്തായാലും നിലയ്ക്കൽ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് കരുതിയാണ് ഇറങ്ങി തിരിച്ചത്. യാത്രാ ടോക്സ്. റോഡിന് കുറുകെ ഒഴുകുന്ന കാട്ടരുവികളും കാടിൻ്റെ ഭംഗിയുമൊക്കെ ആസ്വദിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെയായിട്ട് വലിയൊരു അരുവി കണ്ടു. അവിടെയായിട്ട് കുറച്ചധികം ചേട്ടന്മാർ ബസ്സൊക്കെ കഴിയുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവരോട് കുറച്ചു നേരം നിന്ന് കാര്യമൊക്കെ പറഞ്ഞു. വനപാതകളിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി വരുമ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട്. പേടിക്ക് കാരണവുമുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, ചെറിയ റോഡാണ്. ആ റോഡിൻ്റെ സൈഡിലെല്ലാം ആനപ്പിണ്ടം കിടപ്പുണ്ട്. അധികം പഴക്കമില്ലാത്ത ആനപ്പിണ്ടമാണ്. അതുകൂടാതെ തന്നെ ഈ റോഡിൻ്റെ സൈഡെല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. അതായത് ഒരു മൃഗം വന്ന ആ കാട്ടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിന്നാലും നമുക്ക് കാണാൻ സാധിക്കില്ല. കൂടാതെ തന്നെ വെള്ളം ഒലിച്ചിറങ്ങി വരുന്ന ഒരു റോഡാണ്. റോഡിൻ്റെ സൈഡിലെ മണ്ണെല്ലാം ഇളകി ചെളിയായിട്ട് കിടക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു മൃഗത്തെ കണ്ട് വാഹനം വെട്ടിത്തിരിച്ച് സൈഡിലേക്ക് ഇറക്കിയ ആ ചെളിയിൽ പെടും, പിന്നീട് തെറ്റിമാറും. അങ്ങനെയുള്ള ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ചെറിയ പേടി തോന്നുന്നത്. എങ്കിലും നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിച്ച് പതുക്കെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെ പള്ളിയുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് നിലയ്ക്കൽ പള്ളിയുമായി ബന്ധപ്പെട്ട കുറച്ച് യൂട്യൂബ് വീഡിയോകൾ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോകളിൽ പലതിലും ഇവിടെ ആളുണ്ടായിരുന്നില്ല. ചില വീഡിയോകളിൽ ആളുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴെങ്കിലും ഇവിടെ ആളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വലിയ കയറ്റം കയറിയാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചേരുന്നത്. ശബരിമല നിലയ്ക്കലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പള്ളി. അതായത് നമ്മൾ വനത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഏകദേശം 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നിലയ്ക്കലിൽ എത്തിച്ചേരാം. പക്ഷേ അവിടെയൊന്നും റോഡ് കൃത്യമായിട്ടുണ്ടോ എന്നറിയില്ല. നമ്മൾ മാപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 5-6 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതിലും അടുത്താണെന്ന് തോന്നുന്നു ആങ്ങമൂഴി. ആങ്ങമൂഴിക്ക് 2.5 കിലോമീറ്ററാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ആദ്യ എക്യൂമെനിക്കൽ ചർച്ചാണ് നിലയ്ക്കൽ പള്ളിയെന്ന് ഇവിടുത്തെ ഫലകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആരും തന്നെ ഇല്ല. ആനകൾ സ്ഥിരം ഇറങ്ങാറുള്ള ഒരു പള്ളിയാണ്. കാരണം ചുറ്റും വനമാണ്. അതുകൂടാതെ തന്നെ മുകളിലായിട്ട് ചെറിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അവിടെ ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു.
കുറച്ചധികം സമയം ഞങ്ങൾ പള്ളിമുറ്റത്തിരുന്ന് വിശ്രമിച്ചു. നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. വനത്തിൻ്റെ ആ ഒരു ശബ്ദമെല്ലാം ആസ്വദിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവിടെ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ നല്ല മഴ വരുന്നുണ്ട്. നമ്മൾ വന്ന വഴിയിൽ തന്നെ കണ്ടതാണ്, പല സ്ഥലങ്ങളിലും അരുവി ക്രോസ് ചെയ്ത് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഴ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്നത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വിശ്രമിച്ചതിന് ശേഷം തിരികെ ഇറങ്ങി. ആർക്കും എപ്പോഴും എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പള്ളിയാണ് നിലയ്ക്കലിലുള്ളത്. നിലയ്ക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ആങ്ങമൂഴി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ വ്യക്തമായിട്ട് മനസ്സിലാകും. പ്ലാപ്പള്ളി വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വടശ്ശേരിക്കരയിൽ നിന്ന് ചിറ്റാർ സീതത്തോട് വഴി ആങ്ങമൂഴിയിലെത്തിയോ നിലയ്ക്കൽ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. വനത്തിന് നടുവിലൂടെയുള്ള ഒരു യാത്രയും ആസ്വദിക്കാൻ കഴിയും. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. പിന്നീട് മഴക്കാലത്തുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. വേനൽക്കാലത്ത് വന്നാൽ റോഡിൻ്റെ കണ്ടീഷനൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നീട് ആനയെ മാത്രം ശ്രദ്ധിച്ച് വന്നാൽ മതി. പിന്നീട് ഈ കാണുന്ന പോലെയുള്ള അരുവികളൊക്കെ നമുക്ക് ആസ്വദിക്കാം. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വാഹനം നിർത്തി അരുവിയിലേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. പിന്നീട് ഈ കാണുന്ന പോലെയുള്ള അരുവികളൊക്കെ നമുക്ക് ആസ്വദിക്കാം. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വാഹനം നിർത്തി അരുവിയിലേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ അരുവിയിലിറങ്ങി കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ ആങ്ങമൂഴി റോഡിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പ്ലാപ്പള്ളിയിൽ നിന്ന് ആങ്ങമൂഴിയിലേക്ക് വരുന്ന റോഡിൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗവി ലക്ഷ്യമാക്കി വരുന്നവരെല്ലാം ഈ ഒരു പാതയിലൂടെയാണ് പ്രധാനമായിട്ടും വരുന്നത്. കോട്ടയം വഴി വരികയാണെങ്കിൽ ഈ ഒരു വഴിയായിരിക്കും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. ഇവിടെയായിട്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. നമുക്ക് ഗവിയിലേക്കുള്ള പാസ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. അതിനുശേഷം ആങ്ങമൂഴിയിലെത്തി ആങ്ങമൂഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മൾ ഗവിയിലേക്ക് കയറി പോകുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ആങ്ങമൂഴിയിൽ വെച്ചാണ് അവസാനിപ്പിക്കുന്നത്. അതിനുശേഷം നമ്മൾ പോകാൻ പോകുന്നത് ആങ്ങമൂഴി ടൗണിൽ നിന്ന് സീതത്തോട് ചിറ്റാർ വഴി മണക്കയം റോഡിലൂടെ പുതുക്കടയിലെത്തി അതിനുശേഷം പ്ലാപ്പള്ളിയിലും ഇലവുങ്കലും എത്തി കണമല ഭാഗത്തേക്ക് പോയി നമ്മുടെ എരുമേലി പാതയിലെ കാഴ്ചകളൊക്കെ കണ്ട് പത്തനംതിട്ട ജില്ലയുടെ പെരുന്തേനരി ഭാഗത്തുകൂടി തിരിച്ച് പെരുന്നാളിലെത്തിയാണ് നമ്മൾ യാത്ര അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ യാത്ര നമ്മൾ ഈ കാണുന്ന ആങ്ങമൂഴിയിൽ വെച്ചാണ് അവസാനിപ്പിക്കുന്നത്. ആങ്ങമൂഴിയിലെ പ്രസിദ്ധമായ പാലം കടന്ന് നമ്മൾ നേരെ ഗവി ചെക്ക് പോസ്റ്റ് ഭാഗം വരെ ഒന്ന് പോയിട്ട് വന്നു. അവിടെ ഇറങ്ങി ഒരു ചായ കുടിച്ചു. അതിനുശേഷം നമ്മൾ ആങ്ങമൂഴി ടൗണിലേക്ക് കടക്കുകയാണ്. ഇതാണ് ആങ്ങമൂഴി ടൗൺ. ഗവി യാത്രയിലെ എല്ലാ ആളുകളും ശ്രദ്ധിക്കുന്ന ഒരു ടൗൺ ആണ് ആങ്ങമൂഴി. കാരണം ആങ്ങമൂഴി ടൗണിൽ ഇറങ്ങിയാണ് നമ്മൾ ചായയും ആഹാരവും ഒക്കെ കഴിച്ചിട്ട് യാത്ര ആരംഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗവി ബസ്സുകളൊക്കെ നിർത്തിയിടാറുള്ളത്. അടുത്ത വീഡിയോയിൽ ഇതിലും മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പാർട്ട് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി.